السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ QVP പഠിതാക്കളെ, സൂറത്തു ഖസസിലെ 83-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽക ദാറുൽ ആഖിറ, ആ പരലോക ഭവനം, നജഅലുഹാ, അവയെ നാം ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്, ലില്ലദീന, ഒരു കൂട്ടർക്കാണ്, ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ അവർ എന്താക്കട്ടെ, ഉന്നതി ഔന്നിത്യം അവർ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെക്കാളും വലിയവനാകണം എന്നുള്ള കൊതി അവർക്കില്ല. വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കണം എന്ന് ഉദ്ദേശിക്കാത്തവർക്കാണ്, ലാ യുരീദുന, ഉദ്ദേശിക്കാത്തവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക ഭവനം ഏർപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ഒരുക്കി വെച്ചിട്ടുള്ളത്. വൽ ആഖിബത്തുൽ മുത്തഖീൻ, പര്യവസാനം ഭയഭക്തന്മാർക്കാകുന്നു. സമ്പത്തും അതുപോലെ തന്നെ പദവികളുമെല്ലാം ലഭിക്കുമ്പോൾ അതൊന്നും മറ്റു സൃഷ്ടികളെക്കാൾ ഞാൻ വലിയ ഉത്കൃഷ്ടനാണെന്നും അവരെക്കാൾ ഉയർന്നവനാണെന്നും തോന്നാതെ, ഗർവ് നടിക്കാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിനയം കാണിച്ചുകൊണ്ടും അവനോട് കീഴ്പ്പെട്ടുകൊണ്ടും അടിമകളോട് കരുണ കാണിച്ചുകൊണ്ടും അവരോട് നന്മ ചെയ്തുകൊണ്ടും ജീവിക്കുവാനും പഴകുവാനുമാണ്, അല്ലെങ്കിൽ ഇടപെടുവാനുമാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, നന്ദി കാണിക്കുന്നവരും തൃപ്തിയുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നവരും തൃപ്തി കാണിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുകയും തൃപ്തിപ്പെടുകയും തൻ്റെ സഹോദരന്മാരെ സഹായിക്കുകയും ചെയ്യുന്നവരാണെന്നും, അല്ലാതെ ഭൂമിയിൽ കുഴപ്പമുണ്ടാകുകയോ അഹങ്കാരം നടിക്കുന്നവരോ ഗർവ് നടിക്കുന്നവരോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്നും, പരലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് നന്മ ചെയ്യുന്നവർക്കും മുത്തഖീങ്ങൾക്കുമാണെന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറും മിൻഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സൽ ലദീന അമിലുസ് സയ്യിആതി ഇല്ലാ മാ കാനൂ യഅമലൂൻ. മൻ ജാഅ ബിൽ ഹസന, ആർ നന്മ കൊണ്ടുവരുന്നുവോ, ഫലഹു ഖൈറും മിൻഹാ, അവൻക്ക് അതിനേക്കാൾ ഉത്തമമായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലെങ്കിൽ ഉത്തമമായത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വമൻ ജാഅ ബിസ്സയ്യിഅ, ആരെങ്കിലും തിന്മയും കൊണ്ടുവന്നാൽ, ഫലാ യുജ്സൽ ലദീന അല്ലദീന അമിലുസ് സയ്യിആത്ത്, തിന്മകൾ പ്രവർത്തിച്ചവർക്ക് പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടുകയില്ല, ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെതല്ലാതെ ഒന്നും നൽകപ്പെടുകയില്ല. തിന്മ ചെയ്യുകയാണെങ്കിൽ ആ തിന്മക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്, ആ അർഹമായ ശിക്ഷയായിരിക്കും അവൻക്ക് നൽകുക. നന്മ പ്രവർത്തിച്ചവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ആ നന്മയേക്കാൾ കൂടുതൽ ഉത്തമമായ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതും എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അടുത്തതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ പറയുന്നത് പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ് ഖുർ റബ്ബി അഅലമു മൻ ജാഅ ബിൽ ഹുദാ വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, തീർച്ചയായും നിനക്ക് ഖുർആനെ നിയമിച്ചു നൽകിയവൻ, ലറാദ്ദുക ഇലാ മആദ്, നിന്നെ ഒരു മടക്ക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാകുന്നു. ഖുൽ, നീ പറയുക, റബ്ബി, എൻ്റെ രക്ഷിതാവ്, അഅലമു മൻ ജാഅ ബിൽ ഹുദാ, സന്മാർഗം കൊണ്ടു വന്നിട്ടുള്ളതാരാണെന്നും, അതുപോലെ തന്നെ വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ സ്പഷ്ടമായ ദുർമാർഗത്തിൽ ആരാണ് ഉള്ളതെന്നും വ്യക്തമായി നല്ലവണ്ണം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് പ്രവാചകരെ താങ്കൾ പറയുക. നബിയെ, നിശ്ചയമായും നിനക്ക് ഖുർആനെ നിയമിച്ച് നൽകിയിട്ടുള്ളവൻ, തന്നിട്ടുള്ളവൻ, നിന്നെ ഒരു മടക്ക സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നവനാകുന്നു. പറയുക, സന്മാർഗം കൊണ്ടുവന്നിട്ടുള്ളതാരാണെന്നും ഏതൊരുവനാണ് സ്പഷ്ടമായ ദുർമാർഗത്തിലുള്ളവനെന്നും എൻ്റെ റബ്ബ് നല്ലവണ്ണം അറിയുന്നവനാണ്. ഈ ആയത്ത് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ഹിജറയുടെ ഇടയിൽ വെച്ച്, ഹിജറയുടെ വേളയിൽ ജുഹ്ഫ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയതെന്നാണ്
അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, തീർച്ചയായും നിനക്ക് ഖുർആനെ നിയമിച്ചു നൽകിയവൻ, തന്നവൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇതിലൂടെ പറയുന്നുണ്ട് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം മുഖാത്തിൽ റഹിമഹുല്ലാഹ് പറയുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ നിന്ന് താമസം കഴിഞ്ഞിട്ട് മദീനയിലേക്ക് തിരിക്കുന്ന വേളയിൽ പ്രവാചകന് തൻ്റെ നാട്ടിലേക്ക് തന്നെ, മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലറാദുക ഇലാ മആദ്, നിന്നെ മടക്കസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ നിന്നെ മടക്കസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് ഇമാം മുഖാത്തിൽ റഹിമഹുല്ലാഹ്, മക്കയാണ് എന്ന് ഇമാം മുഖാത്തിൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശം മക്ക വിജയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക വിജയിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ മക്ക കീഴ്പ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശമെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലറാദുക ഇലാ മആദ്, ഈ മആദ് മടക്കസ്ഥാനം എന്നുകൊണ്ട് പരലോകമാണെന്നും സ്വർഗമാണെന്നും ഖിയാമത്ത് നാളിൽ പ്രവാചകൻ ലഭിക്കാവുന്ന അനുഭൂതിയാണെന്നും അല്ലെങ്കിൽ മഖാമുൽ മഹ്മൂദാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരും കാണാവുന്നതാണ്. അതുപോലെ അടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കുൻത തർജു അയുൽഖാ ഇലൈക്കൽ കിതാബു ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക് ഫലാ തകൂനന്ന ദഹീറൻ ലിൽ കാഫിരീൻ. വമാ കുൻത, പ്രവാചകരെ താങ്കൾ ആയിരുന്നില്ല, തർജു താങ്കൾ പ്രതീക്ഷിക്കുന്നവനായിരുന്നില്ല, അയുൽഖാ ഇലൈക്കൽ കിതാബ് ഈ വേദഗ്രന്ഥം താങ്കളിലേക്ക് ലഭിക്കണമെന്ന്, അല്ലെങ്കിൽ താങ്കൾക്ക് കിട്ടാൻ വേണ്ടി താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ലാ റഹ്മതൻ മിർ റബ്ബിക്, താങ്കളുടെ കാരുണ്യമായി കൊണ്ടല്ലാതെ ഇത് താങ്കൾക്ക് ലഭിച്ചിട്ടുമില്ല. ഫലാ തകൂനന്ന ദഹീറൻ ലിൽ കാഫിരീൻ, അതുകൊണ്ട് താങ്കൾ നിശ്ചയമായും ദഹീറാകരുത്, പിന്തുണ നൽകുന്നവരാകരുത്, കാഫിറുകൾക്ക് പിന്തുണ നൽകുന്നവരാകരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. നിനക്ക് വേദഗ്രന്ഥം കിട്ടുമെന്ന് നീ പ്രതീക്ഷിച്ചിട്ടില്ല, അഥവാ ആഗ്രഹിക്കുന്നുണ്ടായിട്ടില്ല, എങ്കിലും നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള അനുഗ്രഹമായി കൊണ്ടാണ് പ്രവാചകരെ താങ്കൾക്ക് ഈ വേദഗ്രന്ഥം ലഭിച്ചിട്ടുള്ളത്. ആകയാൽ നിശ്ചയമായും നീ സത്യവിശ്വാസികൾക്ക് പിന്തുണ നൽകുന്നവനായിരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. ഈ ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ കഴിവ് കൊണ്ടോ അവൻ്റെ ഉദ്ദേശം കൊണ്ടോ അവൻ്റെ ആഗ്രഹം കൊണ്ടോ അവൻ്റെ പ്രവർത്തനം കൊണ്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അവൻ്റെ വഹി. ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, അറബി ഭാഷയിൽ പറയാൻ കസ്ബി അല്ല അവൻ്റെ വഹി എന്ന് പറഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് ആയിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ പോയി നിന്ന് ഏകാന്തവാസം ജീവിച്ചത്. നേരെ മറിച്ച് ചില ആളുകൾ വാദിക്കുന്നത് പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഏകാന്ത ജീവിതം ജീവിച്ചത്, അല്ലെങ്കിൽ ഏകാന്തവാസം ജീവിച്ചത് എന്ന് പറയുന്നത് ശരിക്കും കടകവിരുദ്ധമായ, ഇസ്ലാമിന് കടകവിരുദ്ധമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് അവൻ്റെ വഹി. ഇതുപോലുള്ള ആയത്തുകൾ സൂറത്തു ഷൂറയിലും സൂറത്തുൽ ഹജ്ജിലും നമുക്ക് കാണാവുന്നതാണ്. അവിടുത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യസുദ്ദന്നക അൻ ആയാത്തില്ലാഹി ബഅദ ഇദ് ഉൻസിലത് ഇലൈക് വദ്ഉ ഇലാ റബ്ബിക് വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. വലാ യസുദ്ദന്നക, നിന്നെ തടഞ്ഞു കളയുകയും ചെയ്യരുത്, അൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ തൊട്ട് നിന്നെ അവർ തടഞ്ഞു കളയുകയും ചെയ്യരുത്. ബഅദ ഇദ് ഉൻസിലത് ഇലൈക്, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് പ്രവാചകരെ താങ്കൾക്ക് ഇത് അവതരിപ്പിച്ചതിൻ്റെ ശേഷം അവർ ഈ ആയത്തുകളെ തൊട്ട് താങ്കളെ തടഞ്ഞു കളയുകയും ചെയ്യരുത്. വദ്ഉ ഇലാ റബ്ബിക്, പ്രവാചകരെ താങ്കളുടെ റബ്ബിലേക്ക് താങ്കൾ അവരെ ക്ഷണിക്കണം. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികൾ താങ്കൾ പെട്ടുപോകുകയും ചെയ്യരുത്. അടുത്ത വചനത്തിലൂടെ, അവസാനത്തെ വചനത്തിലൂടെ 88-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തദഉ മഅല്ലാഹി ഇലാഅൻ ആഖർ ലാ ഇലാഹ ഇല്ലാഹു കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ. വലാ തദഉ, പ്രവാചകരെ താങ്കൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ, ഇലാഹൻ ആഖർ, അള്ളാഹുവിന് പുറമെ മറ്റൊരു ആരാധനയും പ്രവാചകരെ താങ്കൾ വിളിച്ച് പ്രാർത്ഥിക്കരുത്. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാ കാര്യവും നാശമടയുന്നതാണ്, ഇല്ലാ വജ്ഹ, അള്ളാഹുവിൻ്റെ തിരുമുഖമൊഴികെ, ലഹുൽ ഹുക്മു, അവനിലേക്കാണ് എല്ലാ അധികാരവും, വ ഇലൈഹി തുർജഊൻ,
അവനിലേക്കാണ് എല്ലാവരും മടക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തും അതിൻ്റെ മുമ്പുള്ള ആയത്തിലൂടെയും ദഅവത്തിനെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ ദഅവത്തിന് തടസ്സം നിൽക്കുന്ന അവിശ്വാസികളിൽ നിന്ന് മാറി നിൽക്കുവാനും അവരുടെ കെണിയിൽ പെടാതിരിക്കാനും അവരെ സഹായികളെ സ്വീകരിക്കാതിരിക്കാനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ജനങ്ങളെ താങ്കൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയും താങ്കൾ ഒരിക്കലും ശിർക്ക് ചെയ്യരുതും, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പാപമാണെന്നും അതുപോലെ തന്നെ ഈ ആയത്ത് അവസാനിക്കുന്ന ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളൂ. രണ്ടാമത്തത്, എല്ലാ കാര്യവും നശിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ. മൂന്നാമതായിക്കൊണ്ട് എല്ലാ വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാണ്. നാലാമതായിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും അടക്കം അവനിലേക്കാണ്. നല്ല രൂപത്തിലാണ് അല്ലെങ്കിൽ വലിയ അർത്ഥവത്തായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ 28-ാം അധ്യായമായ സൂറത്തു ഖസസിനെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ഉത്കൃഷ്ട അടിമകളിൽ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായി പഠിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.